So hi guys, welcome back. ഞാൻ നിഫ്റ്റിയിൽ ട്രേഡ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യാണ്. പക്ഷെ ഞാനിവിടെ കുറച്ച് പോയിന്റ്സ് ഒക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചുതരാം. ഈ ലിക്വിഡിറ്റി ബേസ് ചെയ്തിട്ടുള്ള ട്രേഡ്സും അല്ലാതെയുള്ള ട്രേഡ്സുമാണ്, ക്യാൻഡിൽ ബേസ് ചെയ്തിട്ടുള്ള ട്രേഡ്സാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യണം. പക്ഷെ ക്യാൻഡിൽ ബേസ് ചെയ്തിട്ടുള്ള ട്രേഡ്സിന്റെ പ്രശ്നം എന്താണെങ്കിൽ അതങ്ങനെ സംടൈംസ് ഇപ്പോൾ വർക്ക് ആവണില്ല. മനസ്സിലായില്ലേ? ലിക്വിഡിറ്റി ആണെങ്കിൽ ഞാൻ അങ്ങോട്ട് പഠിച്ചു വരുന്നേ ഉള്ളൂ. ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് എനിക്ക് എൻ്റെ പ്ലാൻ ഉണ്ടായിരുന്നത് ട്രേഡ് എടുക്കുന്നത് ഈ ഒരു റേഞ്ചിൽ നിന്നായിരുന്നു. ഓക്കെ, ഇവിടെ ഈ ഫസ്റ്റ് ക്യാൻഡിൽ കണ്ടോ, ഈ ക്യാൻഡിൽ ക്രിയേറ്റ് ആയിട്ടൊരു ഡൗൺ ആയി. സോ ഇവിടുന്ന് ഇതിന്റെ മേലോട്ട് പോവുകയാണെങ്കിൽ ഒരു പുട്ട് ബൈ ചെയ്യാനായിരുന്നു പ്ലാൻ. സോ ഞാൻ ഈ ക്യാൻഡിൽ ഇത് ബ്രേക്ക് ചെയ്തപ്പോൾ ബൈ ചെയ്യാനായിരുന്നു പ്ലാൻ. സോറി, അത് ലോങ്ങിന്റെ ആണ്, നമുക്ക് വേണ്ടത് ഷോർട്ടിന്റെ ആണ്. സോ ഓക്കെ, ഇതാണ് ഷോർട്ടിന്റെ. ഓക്കെ ഓക്കെ ഫൈൻ. സോ അത് ടാർഗറ്റ് ഹിറ്റായി. ആൻഡ് സെക്കൻഡ് വണ് ഞാനൊരു ടാർഗറ്റ് പ്ലാൻ ചെയ്തിരുന്നത് ഈ ഇവിടെയാണ്, ഇതെവിടെയാണ്. സോ ഈ 25-120 ആ റേഞ്ചിലാണ് ടാർഗറ്റ് പ്ലാൻ ചെയ്യുന്നത്. ഇവിടെ ക്രിയേറ്റ് ആയ ലിക്വിഡിറ്റിയിൽ ഇതിന്റെ എബോവ് പോവുമായിരുന്നെങ്കിൽ ഒരു ഷോർട്ടും കൂടെ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ ആ ഷോർട്ട് അത് വർക്കായില്ല, അത് മേലോട്ട് തന്നെ കയറിപ്പോയി. സോ ഇവിടെ നിന്നാണ് ഞാൻ ബൈ കൊടുത്തത്. സ്റ്റോപ്പ് ലോസ് തൊട്ട് മേലെ ഞാൻ ഫിക്സ് ചെയ്തിരുന്നു, പക്ഷെ അത് വർക്കായില്ല. അതപ്പം തന്നെ ടാർഗറ്റ് ഹിറ്റായിട്ട് അതെനിക്ക് ക്ലോസ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഓക്കെ, പിന്നെ എനിക്ക് വർക്കായില്ല ഒരു കാര്യം. പിന്നെ ക്യാൻഡിൽ ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ ക്യാൻഡിലൊക്കെ വർക്ക് ആവുമായിരുന്നു നന്നായിട്ടൊരു സമയത്ത്. പിന്നെ ആയപ്പോൾ അത് ഭയങ്കര ഫേക്ക് ആയിട്ടുള്ള എൻട്രീസ് ആണ് തന്നുകൊണ്ടിരുന്നത് എനിക്ക് മെയിനായിട്ട്. ഇത് കണ്ടോ, ഇവിടെ ഈ റേഞ്ച് ഞാൻ ക്യാൻഡിൽ ബേസ് ചെയ്തിട്ട് ട്രേഡ് എടുക്കുകയായിരുന്നെങ്കിൽ ഇത് കണ്ടോ, ഈ ക്യാൻഡിൽ കണ്ടോ, ഡ്രോ ചെയ്യാൻ പറ്റുന്നില്ല. ഈ ക്യാൻഡിൽ തന്നെ, ഈ ക്യാൻഡിൽ നല്ലൊരു ബൈ സിഗ്നലാണ്. സോ അവിടുന്ന് ഞാൻ എന്തായാലും ബൈ കൊടുത്തിട്ടുണ്ടാവും. ലിക്വിഡിറ്റിയും സപ്പോർട്ടും റെസിസ്റ്റൻസും ഒന്നും നോക്കാതെ ക്യാൻഡിൽ ബേസ് ചെയ്തിട്ട് ഞാൻ പണ്ട് ട്രേഡ് ചെയ്യായിരുന്നു. സോ അന്നൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. നല്ല ബുള്ളിഷ് ക്യാൻഡിൽസ് കാണുമ്പോൾ ഞാൻ ഒന്നും നോക്കാതെ ട്രേഡ് എടുക്കും. സോ അത് ലാഭത്തേക്കാൾ എനിക്ക് നഷ്ടങ്ങൾ തന്നിട്ടുള്ളൂ. എന്നാലും ഞാൻ അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ഫൈൻ.